അപ്പോൾ ഗേസ് നമ്മൾ നേരെ ഡൽഹി എയർപോർട്ടിൽ റീച്ച് ആയിരിക്കുകയാണ്. അടിപൊളി ഒരു ഇമിഗ്രേഷൻ ആയിരിക്കുകയാണ്, നല്ല ഗ്ലാമർ ഏരിയയാണ്. അതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ ലഗേജ് എല്ലാം എടുത്തു. അപ്പോൾ ലഗേജ് എടുത്ത് കഴിഞ്ഞതേ ഓർമ്മയുള്ളൂ. നമ്മൾ നേരെ ഫസ്റ്റ് ടൈം ഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങിയതുകൊണ്ട് ഇവിടെ പൊക്കിയിരിക്കുകയാണ്. അവർ ഒരു 40-45 രൂപ നമ്മളെ മൊത്തത്തിൽ ഊരി തപ്പി. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ആറ്റിറ്റ്യൂഡ് ലൂസൊക്കെയാണ് ഇറക്കിയിട്ടിരിക്കുന്നത്. ഈ മലബാർ ഗോൾഡുകാർ കാരണം ഗേസ് കേരളം എന്നും നമ്പർ 1 ആയിരിക്കും. രണ്ടാമതാകാൻ ഒരു ചാൻസ്. അപ്പോൾ ഗേസ് ഡൽഹി എയർപോർട്ടിന് നല്ലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അവിടെ തന്നെ മെട്രോ സ്റ്റേഷൻ അവൈലബിൾ ആണ്. മെയിൻ തിങ്സ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ടാക്സിക്ക് വേണ്ടിയിട്ട്. ഡൽഹിയിൽ ക്യാബ് അവൈലബിൾ ആയിട്ട് ഇഷ്ടം പോലെ ഏരിയയാണ്. ഈ എയർപോർട്ടിനകത്ത് തന്നെ നമുക്ക് ഇലക്ട്രിക് വണ്ടിയോ ഏത് വണ്ടി വേണമെങ്കിലും ഇഷ്ടം പോലെ ക്യാബ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളകത്തിരുന്ന് ചെക്കിംഗ് ഉണ്ടായിരുന്ന ഒരു ബോസ് എല്ലാം ടാക്സി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ വണ്ടി ഇതാണ്. അപ്പോൾ നമ്മൾ നേരെ മണാലിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. 2 വർഷം മുമ്പേ നമ്മൾ ഡൽഹിയിൽ വന്നിട്ട് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റൂട്ടിൽ വീണ്ടും യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു സുഖമാണ് ഗേസ്. അപ്പോൾ നമ്മൾ ഡൽഹി കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈവനിങ്ങിൽ സ്നാക്സ് കഴിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ഡൽഹിയിലെ ഫേവറേറ്റ് ഐറ്റംസ് ആയിട്ടുള്ള മോട്ട് കച്ചോടിയാണ് നമ്മളിവിടെ നിന്ന് കഴിക്കുന്നത്. നമ്മുടെ ദാൽ മക്കാനിയിൽ കുറച്ച് ബാരി റൈസൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ചാട്ട് മസാലയൊക്കെ മേലിട്ടിട്ട് ഓണിയൻസും അതുപോലെ തന്നെ ഒരു പച്ചമുളകൊക്കെ വെച്ചിട്ട് ഒരു ഫേവറേറ്റ് ഡിഷാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഡൽഹിയിൽ വരുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത്. അങ്ങനെ ഇവിടെ ഇരുന്നതൊക്കെ കഴിച്ചു നമ്മൾ നേരെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ ഇരിക്കാനൊന്നും ടേബിളൊന്നുമില്ല, പക്ഷേ ഈ സൈഡിൽ ഇരിക്കാം. ഇവിടെയൊക്കെ ഫുള്ള് വൃത്തിയായിട്ടുള്ള സെറ്റപ്പാണ്. റോഡ് സൈഡിൽ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കേസ് നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ബാക്കി കേസ് നാളെ.